അപ്പൊ ഈ താരങ്ങളുടെ വയസ്സ് ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്ന എന്താ ചെയ്യാ മലയാള സിനിമ? Why don't I'm going? See, I'm not in a position to do the loose talk. മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ ഇടിച്ചു കയറുമ്പോഴാണ് ഈ ആറ്റിറ്റ്യൂഡൊക്കെ ഇറക്കുന്നത്. ഇറക്കേണ്ട സമയത്ത് ആന്റണി പെരുമ്പാവൂര് ഉള്ളിടത്തോളം അദ്ദേഹമായിട്ടൊരു സിനിമ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടോ? ഗുഡ്വില്ലിനേക്കാളും വലിയ കമ്പനികളായ ആശീർവാദിനോടും ഗോകുലം ഗോപാലിനോടും ലിസ്റ്റൻ സ്റ്റീഫനോടുമാണ് ഇഷ്ടമെങ്കിൽ എനിക്ക് എന്നാ ചെയ്യാൻ പറ്റും? ഇഫ് ഇറ്റ്സ് നോട്ട് ഡു, ഐ എം നോട്ട് ഗോയിങ് ടു ഡു ദാറ്റ് മൂവി. ഇത്രയും വർഷത്തിനിടയ്ക്ക് അത് കഥകൾ വേറെയുണ്ട്, തെറ്റിയിട്ടുള്ള ഒരാളോട് മാത്രമേ ഉള്ളൂ. ഇപ്പം 2 പേരായി. ഇപ്പം ലിസ്റ്റൻ സ്റ്റീഫനില്ലാത്ത ഇടപാടുകളൊന്നുമില്ല. എനിക്ക് ആയുസ്സും ആരോഗ്യവും ഗുഡ്വില്ലും ഉണ്ടെങ്കിൽ ഞാൻ ഷാരൂഖ് ഖാൻ്റെ പടം. പിന്നെ ഞങ്ങൾ ഇത്രയും വിചാരിച്ചത് കർമ്മ, നമ്മൾ ചെയ്യുന്നതെല്ലാം അനുഭവിച്ച് ഇവിടെ നിന്ന് പോകുന്നു. നാരായണീൻ്റെ 3 ആൺമക്കളുടെ വിധി എന്താണെന്ന് ദൈവത്തിനറിയാം. അതിനൊരു വിധിയുണ്ട്. 100 ദിവസം അത് ഓടും. ഓ രോമാഞ്ചം സിനിമയാ. കിഷ്കിന്ധ കാണണം. ഞാൻ എടുത്ത റിസ്ക് ലോകത്തിലൊരു മനുഷ്യൻ എടുക്കത്തില്ല. അതുപോലെ രോമാഞ്ചം, അത് അതിലും വലിയ റിസ്ക് ആയിരുന്നു. അവർക്കറിയാം അത് നമ്മളത്ര ബോറ് കൂതറപ്പടങ്ങളൊന്നും എടുക്കത്തില്ല. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ അതിഥി നമ്മുടെ എല്ലാവരെയും പ്രിയപ്പെട്ട ജോബി ചേട്ടൻ തന്നെയാണ്. കഴിഞ്ഞ തവണ നമ്മൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ കേട്ടു. ഇനിയും ഒരുപാട് വിശേഷങ്ങളിലേക്ക് പോവാം. നമസ്കാരം. 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 ഇനി ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് സിനിമകൾ, 27ഓളം സിനിമകൾ ചെയ്തു. അതിൽ ഇനി നാരായണീൻ്റെ ആൺമക്കൾ വരെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിൽ ഇഷ്ടപ്പെട്ട ഒരു മൂവി ഏതാ? അത് വലിയ പ്രയാസമാണ് ആ കാര്യങ്ങൾ പറയാൻ. നമുക്ക് ഇഷ്ടപ്പെട്ടതെന്ന് എനിക്ക് എന്നോട് എൻ്റെ ജോയലാണോ ജെഫിയാണോ ജെയിനാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് ചോദിക്കുന്ന പോലെയാണ്. എനിക്ക് എൻ്റെ എല്ലാ സിനിമയും ഇഷ്ടമാണ്. എല്ലാ സിനിമയും ഇഷ്ടമായതുകൊണ്ടാണല്ലോ നമ്മൾ എല്ലാ സിനിമയും ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് എന്നാലും ഒരു ഫേവറേറ്റ് എന്ന് പറഞ്ഞിട്ടില്ല അല്ലേ? അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ ഫേവറേറ്റ് മൂവി എന്ന് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ എന്നെ ആകർഷിക്കുന്നത് അങ്ങനെ പറയാൻ പറ്റത്തില്ല. എനിക്ക് ഒരു അടുപ്പുകല്ല് പോലെയാണ് ഇത് നിൽക്കുന്നത്. അടുപ്പ് ഇപ്പം ഈ കിഷ്കിന്ധ കാണ്ഡം ഞാൻ പറയുവാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതൊരു വേറൊരു കൈൻഡ് ഓഫ് മൂവിയാണ്. അത് നമ്മൾ എങ്ങനെയാണ് തള്ളി പറയുന്നത്? അബ്രഹാമിൻ്റെ സന്തതികൾ, ഈ മലയാളം കണ്ട ഏറ്റവും വലിയ ആഘോഷമായിരുന്നു അബ്രഹാമിൻ്റെ സന്തതികൾ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ നമ്മുടെ ലോഗോയിലുള്ള ആ കഥാപാത്രം രാജൻ സക്കറിയ ശരിക്കും പറഞ്ഞാൽ ഒരു മോശക്കാരിയായ ഒരു പെണ്ണിന് സാഹചര്യങ്ങളാണ് അവളെ മോശക്കാരിയാക്കിയത്. അവർക്ക് ജീവിതം കൊടുക്കുകയാണ്. അത്രയും മനോഹരമായ ക്യാരക്ടറാണ് തൻ്റെടിയായ രാജൻ സക്കറിയ. അപ്പോൾ അത് എൻ്റെ എല്ലാ സിനിമകളും എനിക്കിഷ്ടമാണ്. പിന്നെ സ്വാഭാവികമായിട്ടും ഒരു പോയിന്റ്, ഒരു പതിരോളം അല്ലെങ്കിൽ ഒരു കുഞ്ഞിക്കുരുവോളം എനിക്കെപ്പോഴും മമ്മൂക്ക പടങ്ങളായിരിക്കും ഇഷ്ടം. മമ്മൂക്ക പടങ്ങളാണെങ്കിൽ സ്ക്രിപ്റ്റ് പോലും കേൾക്കില്ല അല്ലേ? അല്ല, അത് മമ്മൂക്ക കേൾക്കുന്നുള്ള അത്രയും വലിയ ലെജൻഡായ ഒരാള് കേട്ടതിന് ശേഷം പിന്നെ ഞാൻ കേൾക്കുന്നത് എന്തിനാണ്? മമ്മൂക്കയെ ശരിക്കും പറഞ്ഞാൽ ദൈവതുല്യനായിട്ടാണോ കാണുന്നത്? ദൈവതുല്യനല്ല, ഒരിക്കലുമല്ല. അത് ഞാൻ ദൈവത്തോട് ചെയ്യുന്ന നിന്ദയാണ്. ദൈവം വേറെ, മമ്മൂക്ക വേറെ. മനസ്സിലായോ? എൻ്റെ അപ്പനോളം എന്ന് പറഞ്ഞാൽ മേ ബി ഞാൻ പറയാം. എൻ്റെ സഹോദരനോടൊപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം. എൻ്റെ നല്ലൊരു ഗുരുസ്ഥാനീയൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം. പക്ഷെ ദൈവം ഗുരുതുല്യൻ എന്ന് വേണേൽ പറയാം, എന്ന് വേണേൽ പറയാം. അല്ലാതെ ഒരിക്കലും ഞാൻ ദൈവത്തിൽ മമ്മൂക്ക എന്ന് പറയുമ്പോൾ സ്നേഹം എപ്പോഴും അത് ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ എല്ലാ നല്ല സംരംഭങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ ഒരു ആശീർവാദം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നല്ലതും ചള്ളുമായ എല്ലാ കാര്യങ്ങളും ഒരു പ്രാർത്ഥന അദ്ദേഹത്തിന് ഉണ്ടെന്നാണ്. ഇപ്പം ഞാൻ പെട്ടെന്ന് ഓർക്കുകയാണ്, എൻ്റെ ഹൗസ് ബോട്ട് ഞാൻ മേടിക്കുന്ന കാലം, ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് വാട്സാപ്പ് ഇല്ല, അന്ന് SMS ഉള്ളൂ. ഞാൻ ആസ്ക് മമ്മൂക്ക ഒരു പേരിടാവും. മമ്മൂക്ക പറഞ്ഞ പേരാണിട്ടത് വാട്ടർ ലില്ലി. മനസ്സിലായോ? അപ്പം അത് നമ്മൾ കുറേ നാളുകൾ കൊണ്ടുണ്ടാകുന്ന അതുകൊണ്ട് തന്നെയാണല്ലോ ഗുഡ്വില്ലിൽ പോലും മമ്മൂക്കയുടെ ലോഗോ വെച്ചേക്കുന്നത്. ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഹോട്ടൽ.
പിന്നെ കസബയിലേക്ക് വരുവാണെങ്കിൽ കസബ ഇനി ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവോ? ഒരു കഥയുണ്ട്, അത് നടക്കും. അത്രേ ഉള്ളൂ, ഇപ്പൊ പറയുള്ളൂ. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ കസബയിൽ മമ്മൂക്കൊക്കെ ഒരുപാട് നെഗറ്റീവ് ഇമേജും കൂടി വന്നൊരു എവിടെ ആര് നെഗറ്റീവ് കൊടുത്തു? ആര് നെഗറ്റീവ്? നിങ്ങൾ ഞാൻ ആ കാര്യത്തേക്ക് ഞാൻ പറയാനൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നിലപാടുകളുള്ള പെണ്ണുങ്ങളെ എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് പാർവതിനെ ഭയങ്കര ഇഷ്ടമാണ്. പാർവതി ഇവിടെ എത്രയോ സിനിമകളിൽ പാർവതിയുടെ സിനിമകൾക്ക് ഞാൻ ഫിനാൻസ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? പിന്നെ ഞങ്ങൾ ഇത്രയും വിചാരിച്ചത് കർമ്മ, ഞാനതിനെ കോസ്മിക് ലോ എന്ന് പറയും. നമ്മൾ ചെയ്യുന്നതെല്ലാം അനുഭവിച്ച് ഇവിടെ നിന്ന് പോകത്തുള്ളൂ. അത്ര വിശ്വസിക്കുന്നു ഞാൻ 100% വിശ്വസിക്കുന്നു. നമ്മൾ ചെയ്യുന്നതിൻ്റെ അനുഭവങ്ങൾ നമ്മൾ ഇവിടുന്ന് അനുഭവിച്ചേ പോകും. ആ കസബയിൽ അഭിനയിച്ചിട്ട് മമ്മൂക്ക് എപ്പോഴെങ്കിലും ആ കഥാപാത്രം വേണ്ടായിരുന്നു എന്ന് പറഞ്ഞു? ഒരിക്കലും പറയത്തില്ല. അതേ ഒരു ആക്ടറല്ലേ, ദാറ്റ്സ് ഓൺലി പേഴ്സണാലിറ്റി വേറെ, ആക്ടിങ് വേറെ. അതൊരു ക്യാരക്ടർ അല്ലേ? അതെ അതെ, അതൊരു ക്യാരക്ടർ മാത്രമല്ലേ. പക്ഷെ ഒരുപാട് പേര് മമ്മൂക്കയെ പോലുള്ള ഒരു ലെജൻഡ് അതിൽ അഭിനയിച്ചത് കൊണ്ടാണ് ആ ഒരു ഇമേജ് മോശമായിട്ട് വന്നത്. അതെന്നാന്നറിയോ, അതാ ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറയാം, എന്നെ കുറിച്ച് ഒരു അവിഖ്യാതി വന്നപ്പോൾ എൻ്റെ നാട്ടിൽ ആകെ 3 പേരാണ് അതിന് കമന്റ് ഇട്ടത്. ആകെ 3 പേര്. യു പ്ലീസ് മൈൻഡ് ഇറ്റ്, 3 പീപ്പിൾ. ഒന്ന് വട്ടമറ്റത്തിൽ സാബു എന്ന് പറയുന്ന ഒരു മഹാൻ. അദ്ദേഹം ഞങ്ങളുടെ ഇവിടെ പാർട്ടി, അതായത് ഞാൻ കണ്ട ഏറ്റവും നല്ല തൊഴിലാളി പ്രസ്ഥാനം എന്ന് പറയുന്നത് CPM ആണ്. ലാൽ സലാമൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഹരമായിരുന്നു. മനസ്സിലായോ? അതായത് തൊഴിലാളികളുടെ കൂടെ നിൽക്കുന്നു, തൊഴിലാളി വർഗത്തിനൊപ്പം നിൽക്കുന്നു. ഞാനൊരു ഭൂഷ ആളല്ല, ഞാൻ തൊഴിലാളി. ഞാൻ ഈ നാട്ടിലാണ്, എൻ്റെ സമ്പാദ്യങ്ങളെല്ലാം ഞാൻ ഈ നാട്ടിലാണ് ഇട്ടിരിക്കുന്നത്. ഇത്രയും ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നു. ഞങ്ങളുടെ ബസ്സിൽ എത്രയോ സ്റ്റാഫുകൾ ബസ്സിൽ ജോലി ചെയ്യുന്നുണ്ട്. എനിക്ക് വേണം ഇതെല്ലാം വെച്ചിട്ട് എനിക്ക് സ്വിറ്റ്സർലൻഡിലോ പാരീസിലോ അമേരിക്കയിലോ എവിടെയെങ്കിലും പോയി സ്വസ്ഥമായിട്ട് ജീവിക്കാം. ഞാൻ ഈ നാടിനെ കൂടെ മുറുകെ പിടിക്കുകയാണ്. നാടിന്റെ വികസനവും ഈ നാടും കൂടെ ഞാൻ ഒരിക്കലും വലിയ ആളല്ല. എൻ്റെ കൊച്ച് അരിപ്പെട്ടിയിൽ നിന്ന് എനിക്കാകുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം ചില ആളുകളാണ് ആ പാർട്ടിയെ ചെള്ളാകുന്നത്. എന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെ നാട്ടിൽ ഒരു സഹകരണ ബാങ്ക് ഉണ്ടായിരുന്നു. ആ സഹകരണ ബാങ്കിൽ നിന്ന് കാണിക്കാവുന്ന കൊള്ളതിരായ്മ എല്ലാം കാണിച്ചിട്ട് അയാൾ അമേരിക്കയ്ക്ക് പോയി. അയാൾ അമേരിക്കയിൽ പോയി താമസിക്കുകയാണ്. അയാളാണ് ഒരു കമന്റ് ഇട്ടത്. ബൈബിളിലൊരു ചൊല്ലുണ്ട്, സ്വന്തം കണ്ണിലെ തടി എടുത്തിട്ട് വേണം മറ്റുള്ളവൻ്റെ കണ്ണിലെ കരണ്ടെടുക്കാൻ പോകാൻ. അവനാണ് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കമന്റ് കൊണ്ടുവന്ന് ഇണ്ടപ്പൻ എന്ന് വിളിക്കുന്ന ഒരു അവൻ അവൻ ഒരു ഐ ഡോണ്ട് നോ, ഹി ജസ്റ്റ് ത്രോ അവേ. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ നിഷ്ഠൂരം വലിച്ചെറിഞ്ഞ് വേറൊരാളിലൂടെ ജീവിക്കുന്ന ഒരാളാണ്. അവനാണ് എന്നെ ന്യായീകരിക്കാൻ വരുന്നത്. മൂന്നാമത് അത് കമൻ്റ് അടിച്ച് പരസ്യമാക്കാൻ ശ്രമിച്ചത് പുളിക്കൻ എന്ന് പറയുന്ന ഒരുത്തനാണ്. അവൻ ആരാന്ന് എനിക്കറിയത്തില്ല. അവൻ എന്ത് മാധ്യമ പ്രവർത്തനം അറിയാം. ഞാൻ കൊടുത്തിട്ടുള്ള ശമ്പളം മാധ്യമ പ്രവർത്തകർക്ക് ഇവൻ കൊടുത്തിട്ടില്ല. എൻ്റെ കൂടെ നിൽക്കുന്നവർക്കൊന്നും പൈസ ശമ്പളം കൊടുക്കാതിരുന്നിട്ടില്ല. ജോബി ജോർജ് എല്ലാവർക്കും കൃത്യസമയത്ത് പൈസ കൊടുക്കുന്ന ആളാണ്. പിന്നെ ബിസിനസ് ആണെങ്കിൽ കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടാവും, ഉയർച്ച താഴ്ച. ദാറ്റ്സ് എ ഡിഫറെൻറ്റ്. കൊടുക്കൽ വാങ്ങൽ ഉണ്ടാവും. പെങ്ങളെ ഒരാളുമായിട്ടൊരു ബിസിനസ് ചെയ്തിട്ട് ഒരു 2 രീതിയിലാണ്. നല്ല കുടുംബത്തിൽ പിറന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ പൈസ കണ്ടു വളർന്നവരാണെങ്കിൽ അവർ പറയും, സാർ സ്വരം നന്നായിരിക്കുമ്പോൾ നമുക്ക് പാട്ട് നിർത്താം. മനസ്സിലായോ? സ്വരം നന്നായിരിക്കുമ്പം പാട്ട് നിർത്താം എന്ന് പറയും. എന്നിട്ട് അവർ സന്തോഷത്തോടെ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് പിരിയും. പിന്നെ നമ്മൾ ആ വഴി പോകത്തില്ല. ഇനി കുബുദ്ധികൾ എങ്ങനെയാണെന്നറിയോ? കുബുദ്ധികൾ അവരുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ അവർ മറ്റുള്ളവനെ നാറ്റിക്കാൻ വേണ്ടി ശ്രമിക്കും. അതിനവർക്ക് കണ്ടുപിടിക്കാവുന്ന ഏറ്റവും നല്ല എളുപ്പം എന്നാന്നറിയോ? എന്തെങ്കിലുമൊക്കെ കുതന്ത്രങ്ങൾ ഒപ്പിക്കാൻ പറ്റും. ഈ കുതന്ത്രങ്ങൾ വെക്കുമ്പോഴത്തേന് സംഭവിക്കുന്ന എവിടെയാന്ന് വെച്ചാൽ, നമ്മളെ അറിയുന്ന ആളുകൾ, നമ്മളുടെ ജീവിതയാത്രയിൽ നമ്മളോട് ഇഷ്ടമില്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ നമ്മളുടെ സന്തോഷം കണ്ട് അസൂയ മൂത്തവർ അതിനെ വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോകും. അവരോടൊപ്പം കൂടിയിട്ട് നമ്മളെ പക്ഷെ അവർക്ക് മനസ്സിലാക്കാൻ, നിങ്ങൾ ഇനി എന്തെല്ലാം പറഞ്ഞാലും തകർക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ ആ 5-6 പേര് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ കുടുംബം, ദൈവം, അങ്ങനെ ചില ആളുകൾ. അപ്പോൾ എനിക്കെന്നാ സംഭവിക്കുന്നത്? എൻ്റെ മനസ്സാക്ഷി എനിക്ക് എതിരായാൽ അന്ന് ജോബി ജോർജിൻ്റെ പരാജയം അവിടെ തുടങ്ങും.
മനസാക്ഷി ആണ്. എൻ്റെ മനസ്സാക്ഷിക്കെതിരായിട്ട് ഞാൻ ചെയ്യുന്നത്. അതായത് മോളെ, നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത്, ഞാനൊരു കുഞ്ഞു കഥ പറയാം. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഇതൊന്നും പേര് പറയാൻ പറ്റത്തില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു ഡ്രൈവർ ഉണ്ടായിരുന്നു. ആ സുഹൃത്ത് എന്നോട് പറഞ്ഞത് മലബാറിലാണ്. ഒരു ദിവസം പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ കാണുന്നത്, റിവ്യൂ മീറ്ററിൽ കാണാം, ഈ ഡ്രൈവർ ഒരു 500 രൂപ എടുത്ത് അവന് കൊടുത്തു. പെട്രോൾ അടിക്കുന്നവൻ. എന്നിട്ട് പെട്ടെന്ന് വന്ന് വണ്ടി എടുത്ത് ഇവൻ പോയി. ഇയാൾക്ക് പെട്ടെന്ന് അയാളുടെ മനസ്സിലേക്ക് വരുന്നത് എന്നാണെന്നറിയോ, ഇവൻ 500 രൂപ അവന് കൈക്കൂലി കൊടുത്തിട്ട് ബില്ല് കൂട്ടി മേടിച്ചതാണ്. അവൻ വീട്ടിൽ വന്ന് ഭയങ്കരമായിട്ട് ഇവനെ ഷൗട്ട് ചെയ്ത് ഞാൻ കണ്ടടാന്നും പറഞ്ഞ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് അവനെ വളരെ ചീത്ത പറഞ്ഞു. സത്യത്തിൽ ആ പയ്യൻ ചെയ്തത് അതല്ലായിരുന്നു. ആ പയ്യൻ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ 500 രൂപ കൊടുത്തിട്ട് അവനെ കൊണ്ട് കൂടുതൽ അടുപ്പിക്കുകയാണ് ചെയ്തത്. ഇവർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ കണ്ണിലൂടെ കാണുന്നത് മാത്രമായിരിക്കില്ല സത്യം എന്ന് പറയുന്നത്, അതിന്റെ പുറകിൽ വേറെന്തെങ്കിലും കാണും. ഇത് എന്നോട് അയാൾ പറഞ്ഞതാണ്. ഞാൻ അയാളുടെ പേര് എന്നിട്ട് അവൻ പറഞ്ഞ, ഞങ്ങളിങ്ങനെ ഒരു യാത്രയ്ക്ക് പോയപ്പോൾ അദ്ദേഹം പറയാ, അവൻ വണ്ടി ഓടിക്കുന്ന പോലെ വണ്ടി ഓടിക്കുന്ന ഒരു ഡ്രൈവറെ പിന്നെ എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. ആ ഒരു ഇതിന്റെ പേരിൽ പോയി കാണും. അതൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ആണ് പെങ്ങളെ. ഞാൻ വിശ്വസിക്കുന്നത് പറഞ്ഞാൽ തീരാത്തതായിട്ട് ഒരു പ്രശ്നമില്ല. അപ്പൊ ഈ ഒരുപാട് ഇപ്പൊ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത്, അപ്പൊ ഒരുപാട് ചവിട്ടി താഴ്ത്തലുകളും ഒരുപാട് പുറകിൽ നിന്നുള്ള കുത്തലുകളും സിനിമാ പ്രവർത്തകർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. സിനിമാ പ്രവർത്തകർ എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. ഒരു കുഴപ്പവും എനിക്കില്ല. പിന്നെ ഈ എന്താ പറയാ, പൊതുസമൂഹം എന്ന് പറയാതെ ഞാൻ എന്നാ പറഞ്ഞത്, 3 പേരുടെ കാര്യമാണ്. 3 പേരിൽ നിന്ന് അത് ഞാൻ പറഞ്ഞ പോയിന്റ് പറഞ്ഞോ. ഒരാളുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് അയാളുടെ കുടുംബത്തിൽപ്പെട്ടയാളായിരിക്കും. ഇത് മത്തായിയുടെ സുവിശേഷം 10:12. കുടുംബം എന്ന് പറയുന്നത് നിന്റെ വീടായിരിക്കണമെന്നില്ല. വീടല്ല. കുടുംബം എന്ന് പറയുന്നത് സമൂഹമാകാം, സമുദായമാകാം, നാട്ടുകാരാകാം, ആരുമാകാം. നമ്മളത് ഇഗ്നോർ ചെയ്യുക, അവഗണിക്കുക എന്നുള്ളതല്ലാതെ എന്താണ്. ഞാൻ അവരോട് നിങ്ങളൊരു വഴിക്ക് പോകുമ്പോൾ ഒരു പട്ടി കുരച്ചോണ്ടിരിക്കുകയാണ്, നിങ്ങൾ ആ കുരയ്ക്കുന്ന പട്ടീനെല്ലാം തല്ലി ഓടിക്കാൻ പറ്റുമോ? ഇല്ല. ആ പട്ടി കുറച്ചുകൊണ്ടിരിക്കും, നമ്മൾ നമ്മുടെ പരിപാടിക്ക് പോകും. അപ്പൊ ഞാൻ അതും കേട്ട് വിഷണതായിട്ടിരുന്ന എനിക്ക് നാരായണീനെ ഇറക്കാൻ പറ്റുമോ? നാരായണീൻ്റെ 3 ആൺമക്കൾ എന്തെല്ലാം കാര്യങ്ങളാണ്, പ്രൊമോഷൻ, അത് ദുബായിൽ ലോഡ് ചെയ്യുന്നു. നമ്മൾ യു അണ്ടർസ്റ്റാൻഡ്, നാരായണീൻ്റെ 3 ആൺമക്കളുടെ വിധി എന്താണെന്ന് ദൈവത്തിന് അറിയാം. അതിനൊരു വിധിയുണ്ട്. അത് വിജയിക്കും പ്രതീക്ഷയുള്ള ഒരു പടം തന്നെ. ഞാൻ 100% വിജയിക്കുന്നു വിശ്വസിക്കുന്നു. എൻ്റെ സുഹൃത്തുക്കളെല്ലാം പോയി ആ പടം കാണും. അത് നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളത് എൻ്റെ ഫോണും ഇൻസ്റ്റഗ്രാമും ഒക്കെ കണ്ടാൽ നിങ്ങൾക്കറിയാം എനിക്ക് വരുന്ന മെസ്സേജസ്. എന്നെ ഇഷ്ടമുള്ള ആളുകളെല്ലാം ആ പടം എല്ലാവരും അത് കാണും. അത് അവർക്കറിയാം. അത് നമ്മളത്ര കൂതറ പടങ്ങളൊന്നും എടുക്കത്തില്ലെന്നറിയാം. അതാണ് എൻ്റെ ഒരു പ്രതീക്ഷയും വിശ്വാസവും. അപ്പോൾ ഈ സിനിമ ഇത് എല്ലായിടത്തും നമ്മൾ ഒരേ സമയത്താണ്. അമേരിക്ക സെൻസർ കഴിഞ്ഞു, കാനഡയിൽ കഴിഞ്ഞു, ഓസ്ട്രേലിയയിൽ കഴിഞ്ഞു. ഈ ന്യൂ ഇയർ, ഈ ചൈനീസ് ന്യൂ ഇയർ കാണാൻ സിംഗപ്പൂർ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, സിംഗപ്പൂർ കഴിഞ്ഞു, ഖത്തർ കഴിഞ്ഞു. നമ്മൾ ഇതിൻ്റെയൊക്കെ തിരക്കിലാണ്. ഇൻഫാക്ട് ഇന്ന് എൻ്റെ അനിയൻ്റെ കസിൻ ബ്രദറിൻ്റെ കല്യാണം, അതിന് പോലും എനിക്ക് പോകാൻ പറ്റിയില്ല. നിങ്ങൾ ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ നിങ്ങളോട് ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ്, നിങ്ങൾ എന്നോട് ചോദിച്ച അനുവാദം മേടിച്ചപ്പോഴാണ് എൻ്റെ കസിൻ ബ്രദറിൻ്റെ കല്യാണമാണെന്ന് ഞാൻ നിങ്ങളോട് നോ പറഞ്ഞില്ല. ഞാൻ നോ പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്നതിനാണെന്നറിയോ, നിങ്ങൾ ഞാൻ ജാട ഇറക്കിയതാന്ന് പറയും. എൻ്റെ അനിയൻ്റെ കല്യാണമാണ് സെൻറ് തോമസ് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ മോനെ വിട്ടു, എൻ്റെ മോളെ വിട്ടു, എൻ്റെ അമ്മ പോയി, എനിക്ക് പോകാൻ പറ്റിയില്ല. അതിന് വലിയൊരു നന്ദിയുണ്ട്. അല്ല, നന്ദിയൊന്നും വേണ്ട. ഇതിപ്പോൾ നിങ്ങൾ ഞാൻ അറിയാതെ പറയാൻ വേണ്ടിയിരുന്നതല്ല, നമ്മുടെ സാഹചര്യം നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. എനിക്ക് പോകാൻ പറ്റിയില്ല. ഇനി അവരെന്നോട് പിണങ്ങും. അതൊന്നും അവർ ചിലപ്പോൾ കുറച്ച് ദിവസം പിണങ്ങും, പിന്നെ റിയാലിറ്റി വരുമ്പോൾ അവരത് മനസ്സിലാക്കും. അല്ല, ഇപ്പം നമുക്കിപ്പോൾ അവരെ ഇന്ന് തന്നെ വെടിവെച്ചിട്ടും കാഞ്ചി പിടിച്ചിട്ട് പറയാൻ പറ്റുമോ? ഇതാ ഞാൻ പറഞ്ഞത്, സത്യങ്ങൾ അറിയുന്ന ഒരു സമയം വരും. സമയം വേഗം തന്നെ വരട്ടെ. അതെ, അത് വേഗം വരും. ഞാൻ എന്നാന്നറിയോ, മനുഷ്യജന്മം എന്ന് പറയുന്നത് കുറച്ചേ ഉള്ളൂ. നമ്മൾ ആസ്വദിച്ച് ജീവിക്കുക. യു സെലിബ്രേറ്റ് യുവർ ഈച്ച് ആൻഡ് എവറി മൊമെന്റ്. മനസ്സിലായോ? നമുക്ക് ഏത് നിമിഷവും നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്ന് എണീക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കാലിടറി താഴെ വീണാൽ അപ്പം നമുക്ക് നമ്മുടെ ജീവൻ പോകും.
അതെ അതെ അത്രേ ഉള്ളൂ. അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ശേഷം, ഞാൻ പുസ്തകം എഴുതാൻ മാത്രമുള്ള സാഹിത്യകാരനൊന്നും അല്ലല്ലോ, ഞാൻ പുൽക്കൊടിയല്ലേ. അല്ലെങ്കിൽ പിന്നെ ജീവിതാനുഭവങ്ങൾ, ഒളിവിലെ ഓർമ്മകൾ എന്നൊക്കെ പറഞ്ഞ പുസ്തകം എഴുതിയേ വരുന്നത്. അങ്ങനത്തെ പരിപാടി നമുക്ക് പറ്റത്തില്ല. വി കീപ്പ് ഓൺ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോവുക. മമ്മൂക്കയുടെ ഒരുപാട് സിനിമ ചെയ്തു. അപ്പോൾ ലാലേട്ടന് ഭയങ്കര ഇഷ്ടം. ലാലേട്ടൻ വീട്ടിലൊക്കെ വരാറുണ്ട് അല്ലേ? ലാലേട്ടൻ ഒരുപാട് തവണ വീട്ടിൽ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലാലേട്ടനുമായിട്ട് എപ്പോഴായിരിക്കും ഒരു സിനിമ ചെയ്യുക? ഇന്ന് നാളെ രാവിലെ ആന്റണി പെരുമ്പാവൂർ ആന്റണി ചേട്ടൻ വിളിച്ചിട്ട് പറയാം, ജോബി ജോർജ് നമുക്ക് നാളെ ഒരു പടം ചെയ്യാന്ന് പറഞ്ഞാൽ നാളെ രാവിലെ ചെയ്യും. നാളെ രാവിലെ സ്റ്റാർട്ട് ആക്ഷൻ, നാളെ രാവിലെ പടം ചെയ്യും. അതിനെ പ്രചരിക്കുന്നത് അപ്പോ നെടുന്തൂണുകളാണ് രണ്ടുപേരും മലയാള സിനിമയിൽ. അപ്പൊ ഒരു ഇങ്ങനെ താഴ്ന്നു നിൽക്കുക. ലാലേട്ടന്റെ ഒരു പടം വന്നിട്ടില്ല. ഞാൻ അമിതമായി ആഗ്രഹിക്കുന്നു സാർ, ഞാൻ വീണ്ടും വീണ്ടും ആഗ്രഹിക്കുന്നു. ഞാൻ സത്യത്തിൽ വീണ്ടും 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 ഞാൻ പറയുന്നത്, എനിക്ക് നാളെ രാവിലെ ചെയ്യാൻ ഞാൻ ഒരുക്കമാണ്. ഒരുപാട് കഥ ലാലേട്ടനോട് ഞാൻ 2 കഥകൾ പറഞ്ഞിട്ടുണ്ട്. ഞാനത് കഴിഞ്ഞ് വേറെ ജോൺ പോൾ ജോർജ് എന്ന് പറഞ്ഞൊരു പയ്യൻ വഴി, ഡയറക്ടർ വഴി പറഞ്ഞിരുന്നു. അവൻ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ സംഭവിക്കുന്നതാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. സിനിമ എന്ന് പറയുന്നത് സംഭവിക്കുന്ന, എനിക്കത് ചെയ്യാൻ ഭാഗ്യമുണ്ടാകണമെങ്കിൽ ഗുഡ്വില്ലിൻ്റെ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് പ്രേക്ഷകരെല്ലാവരും നമ്മുടെ നാരായണീൻ്റെ 3 ആൺമക്കളെ വിജയിപ്പിക്കുക. അത് വിജയിപ്പിക്കും. ഇടക്കിടക്ക് എന്ന് പറഞ്ഞ നാരായണീന്റെ 3 ആൺമക്കൾ വേണ്ടേ? ഞാൻ കല്യാണം പോലും വേണമെന്ന് വെച്ചിട്ട് നാരായണീന്റെ 3 ആൺമക്കൾ. അത് വിജയിക്കും. പക്ഷെ വേറെ ആന്റണി പെരുമ്പാവൂര് ഉള്ളിടത്തോളം അദ്ദേഹമായിട്ടൊരു സിനിമ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ആന്റണി പെരുമ്പാവൂര് തന്നെ ആശീർവാദ് സിനിമാസ് മാത്രമാണ് നിർമ്മിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഏത് പടാ, മഹേഷ് നാരായൺ പടത്തിൽ ലാലേട്ടനും മമ്മൂക്കയും അഭിനയിക്കുന്നില്ലേ? ഇപ്പൊ സിംഗപ്പൂരിലാണ് ഷൂട്ട്. അപ്പൊ അത് പറഞ്ഞില്ലായിരുന്നു? അതെന്തുകൊണ്ട്? അതൊക്കെ ഒത്തിരി പേര് പറഞ്ഞു അടുത്ത് ഇനി അത് ബോറായി മാറും. അത് ആ പടം നല്ലതാന്ന് ഞാൻ 20 പ്രാവശ്യം പറഞ്ഞു. അതല്ല, അത് ബജറ്റിന്റെ പ്രശ്നം കൊണ്ടാണ്. അതെന്നാന്നറിയാം മോളെ, ഞാൻ വളരെ സിൻസിയർ ആയിട്ട് പറയാം. നമ്മുടെ പ്രേക്ഷകരോടെ അതെ, ഞാൻ പറഞ്ഞ ഒരു കഥ പറയാം. നമ്മൾ ഈ സിനിമ നമ്മൾ ഇതുവരെയും ഒരു പാർട്ട്ണർഷിപ്പിൽ പടം പിടിച്ചിട്ടില്ല. ഒറ്റയ്ക്കാണ് പിടിക്കുന്നത്. 100 കോടി രൂപ 150. ഇപ്പം ഇന്നലെ എന്നോട് ആൻഡോ ചേട്ടൻ പറഞ്ഞപ്പോൾ 120 കോടിയാവുമെന്ന് പറഞ്ഞു. ആദ്യം 100 ആയിരുന്നു. ഈ 120 കോടി രൂപ എന്നെടുക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയും അല്ല എനിക്ക്. അതുകൊണ്ടല്ല, എനിക്ക് വേണേൽ ചെയ്യാമായിരുന്നു. 100 കോടി മുടക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ നമ്മുടെ സ്വന്തം പൈസ ഇട്ട് നമ്മൾ ചെയ്യണല്ലോ. നമുക്ക് അങ്ങനെ പാർട്ണർഷിപ്പ് ഒരാളെ വിളിച്ചു അതൊക്കെ പിന്നെ വലിയ എന്നാന്നറിയാമോ, ഞാൻ പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ലോകത്തിൽ ആകെപ്പാടെ ഞാൻ ഇത്രയും വർഷത്തിനിടയ്ക്ക്, അത് കഥകൾ വേറെയുണ്ട്, തെറ്റിയിട്ടുള്ള ഒരാളോട് മാത്രമേ ഉള്ളൂ. ഇപ്പം 2 പേരായി. ഈ ഒരാൾ 3 പേരെ കൂട്ടം കൂട്ടി, അങ്ങനെ 4, പിന്നെ ഒരാൾ, അങ്ങനെ 5 പേരുമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ തെറ്റിയിട്ടുള്ളൂ. വേറെ ആരുമായിട്ട് ഞാൻ ഒരു തരത്തിലുള്ള ഇത് ഉണ്ടായിട്ടില്ല. ഈ അപ്പം 50 വയസ്സായി. അപ്പം 10 വർഷത്തിൽ ഒരാൾ, അങ്ങനെ വെച്ച് നോക്കിയാൽ 5 പേര് കറക്റ്റാ. ഇനി 60 ആകുമ്പോൾ ചിലപ്പോൾ 6 ആകുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരാളോട് ഈ സിനിമയ്ക്ക് മാത്രമുള്ളൊരു പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, നമുക്ക് പല കാര്യങ്ങളും മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാതെ വരും. ഈ മലയാളിക്ക് മാത്രമുള്ളൊരു പ്രത്യേകത എന്നാണെന്നറിയോ, മലയാളി ഒരു വാക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കും. മനസ്സിലായോ? ഞാനിന്ന് ഈ പെങ്ങളോട് ഒരു ബിസിനസ് ചെയ്ത് പൊളിഞ്ഞു പോയാൽ ആദ്യം പെങ്ങൾ പറയുന്നത് എന്നാണെന്നറിയോ, എന്നെ പറ്റിച്ചേതാ പറയുന്നേ. എന്ത് പറ്റിച്ച്? ഈ പറ്റിച്ച് എന്ന് പറഞ്ഞല്ലോ ചീറ്റിങ്. ഈ ചീറ്റിംഗ് എന്ന് പറ്റിച്ചെന്നും പറയല്ല, അവർ മനോഹരമായിട്ട് അത് തട്ടിപ്പാന്ന് പറയും. ഇത് മലയാളി കണ്ടുപിടിച്ചൊരു വേർഡാണ്. ദ അതർ നാഷണാലിറ്റി നെവർ ഗോയിങ് ടു സേ ദാറ്റ്. ഇഫ് ദ ബിസിനസ് ഈസ് ലോസ്, ഓക്കെ, റൈറ്റ്, നമുക്ക് വാട്ട് എൽസ് വി ക്യാൻ ഡു, ഹൗ ടു വി ക്യാൻ റീകൂപ്പ് ദാറ്റ് പേയ്മെൻറ്റ്. നഷ്ടത്തിനെ എങ്ങനെ ലാഭമാക്കാം എന്നവർ ചിന്തിക്കും. ഇവിടെ നഷ്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവൻ എങ്ങനെയെങ്കിലും മറ്റൊരാളുടെ തലയെ വെച്ച് കൊടുത്തിട്ട് ഇവൻ ചിത്രഗുപ്തനായി തല ഊരി നിൽക്കാൻ വേണ്ടിയാണ് അവൻ നോക്കുന്നത്. അത് നമ്മുടെ ആളുകളുടെ ഒരു പ്രശ്നം, ചില ആളുകളുടെ, എല്ലാവരുടെയും ഒന്നും അല്ല. അപ്പൊ ഈ ശരിക്കും പറഞ്ഞ ഈ ചിത്രം ഒഴിവാക്കിയത് ഇനി ഇറങ്ങുമ്പോൾ ഒരു നഷ്ടമായിട്ടൊക്കെ തോന്നുന്നു. കാരണം 100 കോടി ക്ലബിലൊക്കെ അതൊക്കെ എപ്പോഴും വിജയിക്കുന്നേ. കാരണം ചില മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറഞ്ഞാൽ അവരുടെ ഫാൻസുകൾ, അവരുടെ ഇത് ഭയങ്കരമായിട്ട് അത് കച്ചവടമൊക്കെ നടന്ന് ഞാൻ എൻ്റെ. അപ്പൊ ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സിന് പിന്നെ എത്ര വരെയുള്ള ബജറ്റിലുള്ള മൂവി വരെ ഭയങ്കര ട്രിക്കാ.
എടി ഞങ്ങള് പാവപ്പെട്ട മോളെ, ഞങ്ങള് താഴെപ്പക്ഷിക്കാരുടെ അയ്യോ, അതല്ല, കളിയാ, ഞങ്ങള് ഈ സൈഡിൽ കൂടെ അയ്യോ അതല്ല, 100 കോടി എന്ന് പറയുമ്പോ അത് വലിയൊരു പൈസ അല്ല, നമുക്കൊരു റിസ്ക് ഫാക്ടർ ഉണ്ടാവില്ലേ? പക്ഷെ ഇതൊരിക്കലും റിസ്ക് ഫാക്ടർ ഞാൻ റിസ്ക് ഇല്ലായിരുന്നു. എടുക്കുന്നില്ല, എനിക്ക് ഞാൻ റിസ്ക് എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഞാനൊരു 30 ആയിരുന്നു റിസ്ക് എടുക്കായിരുന്നു, ഇപ്പം 50 ആയില്ലേ. ഇനി ഞാൻ 60 വരെ റിസ്ക് എടുക്കുകയില്ല. 60 വയസ്സ് കഴിഞ്ഞ് പിള്ളേരൊക്കെ ഞാൻ പറഞ്ഞ പോലെ സിവിൽ സർവീസൊക്കെ എടുത്ത് വരുവാണ്, പിന്നെ നമുക്ക് ചില നമ്പറൊക്കെ ഉള്ളത് കൊണ്ട് വേണേൽ റിസ്ക് എടുക്കാം. പക്ഷെ അത് വിജയിക്കുന്നു പറഞ്ഞല്ലോ ഇപ്പൊ എന്തായാലും, പക്ഷെ എന്നിട്ട് പോലും അത് ചെയ്തില്ല. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ വളരെ സാഹചര്യം പറഞ്ഞല്ലോ. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അപ്പോഴെനിക്ക് തോന്നിയത് എന്നാന്ന് വെച്ചാൽ, എൻ്റെ മനസ്സ് പറയുന്നത് വേണ്ട, അത് അങ്ങനെ നമ്മൾ മോളെ നിങ്ങൾ ദയവായി തെറ്റിദ്ധരിക്കേണ്ട, നിങ്ങളതിനെ പോസിറ്റീവ് വശമായിട്ട് പറയാം. അതെ അതെ, നമ്മൾ ആ 4 പേരുടെ കാര്യം പറഞ്ഞു ആ, എന്ന് പറഞ്ഞതുപോലെ, എൻ്റെ പരമപ്രധാനമായ ഉത്തരവാദിത്വം എന്താണ്? സിനിമ പ്രൊഡ്യൂസ് അല്ല, എൻ്റെ അമ്മയെ സംരക്ഷിക്കുക, എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുക. മനസ്സിലായോ? പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അവരുടെ കാലിൽ നിൽക്കുന്ന ഒരു കാലം വരുമ്പോൾ വേണമെങ്കിൽ എനിക്ക് 200 കോടി രൂപ പണം ഞാൻ എടുക്കും. എനിക്ക് ആയുസ്സും ആരോഗ്യവും ഗുഡ്വില്ലും ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിലൊരു സമയം വരുമ്പോൾ ഞാൻ ഷാരൂഖ് ഖാൻ്റെ പടം കൊടുക്കും. ഷാരൂഖ് ഖാന്റെ പടം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? എനിക്ക് ഫേവറേറ്റ്, എൻ്റെ ഇഷ്ടമുള്ള നടനാണ്. 200 കോടി എടുക്കാനും ഇപ്പൊ നമുക്ക് പറ്റും, പക്ഷെ ആ റിസ്ക് എടുക്കാൻ അല്ല, പറ്റില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? കുടുംബം നമ്മൾ ഓരോ സമയത്തും ഓരോ തരം രീതികളെ നമ്മൾ ചെയ്യാവൂ. ഓരോ സമയത്തും ഓരോ തരം കാര്യങ്ങളെ. ഇപ്പം നമ്മൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു സമയം, ടൈമുണ്ട്. മനസ്സിലായോ? അത് മതി. അപ്പോൾ ഈ ഇപ്പം നമ്മൾ ഒരുപാട് കേട്ടൊരു കാര്യമാണ്, 100 കോടി ക്ലബിലൊക്കെ പടം ഇടം പിടിച്ചാൽ താരങ്ങളുടെ സ്റ്റാർ വാല്യൂ ഒന്നുകൊണ്ട് കൂടുകയും അവർ പ്രതിഫലം കൂടുതൽ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനൊക്കെ ഇനി അവർക്ക് തവണകളായിട്ട് പൈസ കൊടുക്കണം, താരങ്ങൾ പൈസ കൊടുത്തിട്ടില്ലേ പടം ഇനി പിടിക്കാൻ പറ്റില്ല എന്നൊക്കെ പ്രൊഡ്യൂസേഴ്സ് പറയുന്നുണ്ട്. അപ്പോൾ ഈ അടുത്ത് വരെ ആ ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഈ താരങ്ങളുടെ പൈസ ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്ന എന്താ ചെയ്യുക മലയാള സിനിമ? എനിക്ക് അതിനോടൊന്നും ഒരു പ്രശ്നം. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഞാനത് പറയുമ്പോൾ അതൊക്കെ പ്രതിഫലം ഇങ്ങനെ കൂടുന്നത് എൻ്റെ ഇവിടെ സ്ഥാപനത്തിൽ ഒരു മാനേജറുണ്ട്. ലെറ്റ്സ് സേ അയാൾക്ക് 1 ലക്ഷം രൂപയാണ് ശമ്പളം എന്ന് വിശ്വസിക്കുക. ഞാൻ അയാളോട് പറയും, എനിക്ക് ആ 1 ലക്ഷത്തിൻ്റെ ബിസിനസ് ഇല്ലെങ്കിൽ ഞാൻ മോനെ, എനിക്ക് 1 ലക്ഷം അഫോർഡബിൾ അല്ല, നീ എനിക്ക് 75 ആക്കി തരണം. അപ്പോൾ അവൻ പറയും, ചില ആളുകൾ പറയും ശരി ഞാൻ സമ്മതിച്ചിരിക്കുന്നത് പറയും, ചിലവർ പറയും പറ്റത്തില്ല, എനിക്ക് 1 ലക്ഷം തന്നെ രൂപ. അപ്പോൾ എൻ്റെ ചോയ്സാണ്, എന്നാൽ നീ പൊക്കോ, ഞാൻ അടുത്ത 75-ൻ്റെയോ 50-ൻ്റെയോ ആളെ വെച്ച് ചെയ്യും. ഇത് ഓർത്താൽ പോരെ. ഇനി അടുത്തൊരു കുഞ്ഞു കാര്യമാണ് ചോദിക്കാം. മോൻ്റെ ദിലീപിൻ്റെ വാല്യൂ ഞാൻ എങ്ങനെയാണ് നിയന്ത്രിച്ചത്? എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂ? നമ്മളാണ്. താങ്കളുടെ വാല്യൂ താങ്കളാണ് നിശ്ചയിക്കുന്നത്. അത് ക്വസ്റ്റ്യൻ ചെയ്യാൻ എനിക്ക് ഉത്തരവാദിത്തം. എനിക്ക് തന്നോട് പറയാം, മോളെ ഈ ഇൻ്റർവ്യൂ ആങ്കർ വന്ന് ചെയ്യാമോ, നിനക്ക് 50,000 25, ഇത് ചെറിയ പരിപാടിയാണ്, 25 തന്നിൽ നന്മയുണ്ടെങ്കിൽ താനത് കുറയ്ക്കും. അതുകൊണ്ട് ഞാൻ ഈ കോൺട്രവേഴ്സി കാര്യങ്ങളിലേക്കൊന്നുമില്ല. നമ്മൾ എന്തിനാണ് അവർ വേണ്ട, ഒരുപാട് നായകരെ പിന്നെ എത്രയോ പേരുണ്ട്. എനിക്ക് എൻ്റെ അനുഭവങ്ങൾ തിരിച്ചാകുമ്പോൾ ഞാൻ ഇതുപോലെ തിരിച്ച് പുറത്ത് തുറന്നു പറയും. ഇപ്പം എനിക്ക് യൂട്യൂബ് പറയാൻ മമ്മൂക്കൊക്കെ കുറച്ചിട്ടുണ്ടോ പൈസ? എനിക്ക് ഞാൻ ആദ്യം വ്യക്തമായി പറഞ്ഞു, എനിക്കിതുവരെ മലയാള സിനിമയിൽ നിന്ന് തിക്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. ഉണ്ടാകുമ്പോൾ ഞാൻ പറയും, ഉണ്ടാകാതെ ഞാൻ എങ്ങനെ പറയും? അല്ല പിന്നെ ഞാൻ മറ്റേ 3 പേരെ പോലെ ആയില്ലേ. നമുക്ക് അറിവില്ലാത്തൊരു കാര്യം, സത്യമെന്ന് തോന്നാത്തൊരു കാര്യത്തിൽ നമ്മൾ എന്തിനാണ് തലയിടുന്നത്? എനിക്ക് ആ പേര് പറഞ്ഞ 3 പേരാകാൻ എനിക്ക് താല്പര്യമില്ലെന്നേ. Why don't I go? See, I'm not in a position to do the loose talk. എനിക്കത് താല്പര്യമില്ല. പ്രതിഫലം ഞാൻ അത് കൂട്ടുകൾ എൻ്റെ സമയം പറഞ്ഞാൽ പോലെ. ഞാൻ ഒരു പടം പിടിക്കാൻ ഞാൻ എക്സ് എന്ന ആക്ടറുടെ ഒക്കെ ചെല്ലുകയാണ്. അന്ന് അദ്ദേഹം എന്നോട് പറയുകയാണ്, എനിക്ക് 10 കോടി രൂപയാണ് സാർ, പ്ലീസ് ഇങ്ങനെ ഒരു പടം ചെയ്യും, ക്യാൻ യു ഡു ദിസ്? ഇഫ് ഇറ്റ്സ് നോട്ട് ഡു, ഐ എം നോട്ട് ഗോയിങ് ടു ഡു ദാറ്റ് മൂവി. മോളെ, ഇതൊരു വലിയ കുളമാണ്. ഈ കുളത്തിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട്, നമുക്ക് ആവശ്യത്തിന് കോരിയെടുക്കാം. വെള്ളം എപ്പോഴും ഉണ്ട്.
നമുക്ക് ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സമയത്ത് വെള്ളം വേണം നമ്മൾ പക്ഷെ ചില ഇത് തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവില്ല. അങ്ങനെ ആഗ്രഹിക്കണമെങ്കിൽ അപ്പൊ പിന്നെ മോഹവില. ഇപ്പൊ മോളിപ്പോ എന്നോട് വന്ന് പറയുകയാണ് എനിക്ക് ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സിന്റെ ബിൽഡിംഗ് മുഴുവനും വേണമെന്ന് പറഞ്ഞാൽ ഞാൻ തരികയില്ല. അതിപ്പോ താങ്കൾ എന്ത് വില പറഞ്ഞാലും ഞാൻ തരികയില്ല. എനിക്ക് തരാൻ പറ്റത്തില്ല. ബിക്കോസ് ഇറ്റ്സ് എ കമ്പനി. അത്രേ ഉള്ളൂ. അപ്പൊ ഇതിലെല്ലാം ആയിട്ടുണ്ട്. ഇനി അടുത്ത നെക്സ്റ്റ് വേഗം തീർക്കാം നമുക്ക്. അടുത്ത ഒരു ഇപ്പൊ എല്ലാ പടങ്ങളും ഒരുപാട് പടങ്ങൾ. നാരായണീന്റെ മൂന്നാൺമക്കള് ഇറങ്ങുവാണ് അടുത്ത ദിവസം. അത് വിജയിക്കും. അത് വിജയിച്ചു. 100 ദിവസം അത് ഓടും. രോമാഞ്ചം സിനിമയാ. ഇല്ല എന്റെ അതല്ല പറഞ്ഞ നാളെന്നാ അവിട്ടം കുഴപ്പമില്ല, ഇടിച്ചു നിൽക്കും. പിന്നെ വേറെ എന്ത് പറയാനുള്ളത്, ഇപ്പൊ ഒരുപാട് പടങ്ങൾ ഒരുമിച്ച് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് ഒന്നുകിൽ അത് 3 ആഴ്ച 4 ആഴ്ചയ്ക്ക് ഓടുള്ളൂ. അപ്പോൾ സാമ്പത്തികമായിട്ട് ചിലപ്പോൾ വിജയം ഉണ്ടാവില്ല. പക്ഷെ 50 ദിവസം അല്ലെങ്കിൽ 50 ദിവസം ഓടി 60 ദിവസം ഓടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിന്റെ സക്സസ് സെലിബ്രേഷൻ ഒക്കെ നടത്താറുണ്ട് പൊതുവെ. അപ്പൊ അതൊരു സ്ട്രാറ്റജിയാണ്. ചില പടങ്ങളൊന്നും അങ്ങനെ ഓടിയിട്ടില്ലെങ്കിലും അത് എന്താ പറയുക. നിങ്ങൾ ഗുഡ്വില്ലിന്റെ അങ്ങനെ ഒരു ആഘോഷം നടത്തി കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എനിക്ക് അതല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ഒറ്റ വാക്കിൽ ഞാൻ ചെയ്തിട്ടില്ലാത്ത കാര്യം ഞാൻ സാർ മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ ഇടിച്ചു കയറുമ്പോഴാണ് പല പ്രശ്നങ്ങളുടെയും തുടക്കം. പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ താല്പര്യം എനിക്ക് താല്പര്യമില്ല. ഞാൻ പറഞ്ഞ എന്റെ അഭിപ്രായത്തിൽ ഞാൻ ചെയ്യാത്ത കാര്യത്തെ കുറിച്ച് ഞാൻ അങ്ങനെ എനിക്കറിയാൻ മേലാത്ത കാര്യത്തെ കുറിച്ച് ഞാൻ എങ്ങനെ അഭിപ്രായം പറയും? എനിക്ക് ജ്ഞാനമൊന്നുമില്ല. ഭഗവാൻ കൃഷ്ണൻ ഉണ്ടായിരുന്ന പോലത്തെ അറിയില്ലേ, എന്തറിയാം? എനിക്കറിയത്തില്ല. അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വെട്ടിത്തുറന്നല്ലേ പറയുന്നത്. എന്നെ പോലെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഒരാളും മലയാളം അത് ഒരുപാട് കമന്റ്സ്. ഇത്രയും ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നവർ ഇന്ന് ഇവിടെ ഇല്ല. ഇതെന്നാ ഞാൻ വെച്ച് കെട്ടി പറഞ്ഞാൽ അത് പ്രശ്നമായി മാറും. ഞാനെന്ന വ്യക്തിക്ക് അറിവുള്ള കാര്യങ്ങൾ ഞാനെന്ന എന്റേതായ രീതിയിൽ പറയുമ്പോൾ അതിനകത്ത് സത്യസന്ധതയുണ്ട്. ഞാനൊരു കള്ളം പറഞ്ഞാൽ നാളെ ഞാൻ പപ്പ അടിക്കും. എനിക്ക് കള്ളം പറയാൻ താല്പര്യമില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങളല്ലേ പറയേണ്ടത്. ഇപ്പോ ഒരു പ്രൊഡ്യൂസർക്ക് ലാഭം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഇപ്പൊ ഒരു 9 ലാഭം ഉണ്ടാകുന്നതിന്റെ കൂട്ടി ആ ക്വസ്റ്റ്യൻ തന്നെ മോശമാണ്. ഞാനിപ്പോ ലാഭം ഉണ്ടാകുന്ന ഏത് പ്രസ്ഥാനത്തിലും മുടക്കു മുതലിനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ ലാഭമായി. അല്ല അതെനിക്ക് മനസ്സിലായി. നമ്മൾ മുടക്കിയ പൈസ നമുക്ക് കിട്ടുമ്പോ അത് സാധാരണ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് എന്നാ അറിയോ, ഒരു സിനിമ പ്രേക്ഷകരെ ഏറ്റെടുത്താൽ 100% ആ സിനിമ ലാഭമാകും ഓട്ടോമാറ്റിക്കലി. കിഷ്കിന്ധാകാന്ഡം ഞാൻ എടുത്ത റിസ്ക് ലോകത്തിലൊരു മനുഷ്യൻ കൊടുക്കത്തില്ല. അതുപോലെ രോമാഞ്ചം അത് അതിലും വലിയ റിസ്ക് ആയിരുന്നു. അത് പക്ഷേ എന്തുകൊണ്ടാണ് എല്ലാവരും തഴഞ്ഞപ്പോ അതിലെന്താണ് ഒരു സ്പാർക്ക് അടിച്ചത്? അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ അതാണ് മോളെ ഞാൻ പറഞ്ഞത്. എനിക്ക് ഒരു ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ, നിങ്ങൾ എന്നെ വിളിച്ചപ്പോൾ എനിക്ക് വേണമെങ്കിൽ നോ പറയാം. ആ നോ പറഞ്ഞാൽ എനിക്ക് കല്യാണം കൂടാം. മനസ്സിലായോ? ഞാൻ അവിടെ ഞാൻ എപ്പോഴും ഐ ഓൾവേസ് പ്രയോറിറ്റി ടു അതേഴ്സ് റാദർ ദാൻ മീ. എന്നേക്കാൾ ഞാൻ മറ്റുള്ളവരെയാണ് സ്നേഹിക്കുന്നത്. മറ്റുള്ളവർക്ക് എല്ലാവർക്കും നന്മ കൊടുക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എല്ലാവർക്കും നന്മ കൊടുക്കണമേ. അപ്പൊ അങ്ങനെ നോ എന്ന് പറയാത്തത് കൊണ്ട് രോമാഞ്ചം അതെടുത്തു, അത് ചെയ്യാമെന്ന്. അല്ലല്ല, അതവിടെ അല്ല. അത് നമ്മളെല്ലാം അങ്ങനെ പറഞ്ഞ പോലെ അത് നോ പറയാത്തില്ല. അത് ആ സിനിമ കണ്ടപ്പോൾ എനിക്കൊരു ഇഷ്ടം തോന്നി. എന്നെ ദൈവം തോന്നിപ്പിച്ചു, ഇത് കൊള്ളാം, ഇത് നമുക്ക് വർക്കാവും. അങ്ങനെയാണ് അതെന്ന് വെച്ചാൽ കോവിഡിന് ശേഷമൊക്കെ തിയേറ്ററിനെ ഇളക്കി മറിച്ചൊരു മൂവിയായിരുന്നു. ഭീകരമായി ഇളക്കി. അതൊരു ഒരു ട്രെൻഡായി മാറി. അതെ അതെ, ഒരു ട്രെൻഡ് സെറ്ററും കൂടിയായി. അതിൽ സന്തോഷമില്ലേ? പിന്നെ നമ്മളെല്ലാം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നന്നാകുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവും. അതെ അതെ. പിന്നെ എനിക്ക് ഏറ്റവും ഒരു ഫേവറേറ്റ് ആയ മൂവി എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻ ആയിരുന്നു. ക്യാപ്റ്റൻ ജയസൂര്യയെ വെച്ചിട്ട് ഇനി ഒരുപാട് ഇപ്പൊ കത്തനാരൊക്കെ വരുവാണ്. അപ്പോൾ ജയൻ എൻ്റെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹവുമായിട്ട് ഞങ്ങൾ സംസാരിക്കുകയും വർത്തമാനം പറയുകയൊക്കെ ചെയ്യുന്നതാണ്. ജയസൂര്യ ഒരു ആക്ടറാണ്. ഞാൻ ജയസൂര്യയുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടുള്ള ആളാണ്. ഞങ്ങൾ ഒത്തിരി യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെ അപ്പൊ വേറെ ഒന്ന് ചോദിക്കാനുള്ളത്, നമ്മുടെ ഈ ഷെയ്ൻ നിഗുമായിട്ട് ഇനി സിനിമയോ വെയിലിന്റെ? പിന്നെ ഷെയ്ൻ നല്ല ഒന്നാമതൊരു ആക്ടറല്ലേ, എനിക്കിഷ്ടവനെ. ഞങ്ങൾ തമ്മിൽ ആശയപരമായ അന്നത്തെ ഒരു കാര്യം, അവൻ നൈസ് ബോയ്. പക്ഷെ ഇന്ന് ഷെയ്ൻ നിഗത്തിന്റെ കൂടെ സിനിമ ചെയ്യുന്നവർക്ക് ഒരു അപ്രഖ്യാപിത വിലക്കുണ്ട്. ചുമ്മാ ആര് പറഞ്ഞു?
സാന്ദ്ര തോമസിന്റെ കാര്യത്തിൽ ഇതൊക്കെ ചുമ്മാ ഇതൊക്കെ ചുമ്മാ. ഞാൻ ഒരു വിലക്കുമില്ല. ഞാൻ ഷെയ്ൻ നല്ലൊരു സബ്ജക്റ്റുമായിട്ട് വരാക്കി നാളെ രാവിലെ ഷെയ്നായിട്ട് പടം പിടിച്ച് നാളെ കഴിഞ്ഞ് ആ പടം തീരുമ്പോൾ ഞാൻ റിലീസ് ചെയ്ത് കാണിക്കും. എന്ത് വിലക്ക്? ഇതൊക്കെ ചുമ്മാ. ഇതൊക്കെ ആളുകൾ കുറച്ച് അല്ല സാന്ദ്ര തോമസിന് ഇപ്പോ സാന്ദ്രയെ ഞാൻ പെങ്ങളെന്നാ വിളിക്കുന്നേ. ഞാനൊരു കാര്യം ഞാൻ എന്നെ ആങ്ങളെന്നാ വിളിക്കുന്നേ. സ്ത്രീകളെ ഒരുപാട് സ്നേഹിക്കുന്ന അത് ആളാണ്. ഞാൻ അതുകൊണ്ടല്ല പറഞ്ഞ സാന്ദ്ര ഞാൻ പെങ്ങളെന്നാ വിളിക്കുന്നത്. ഒന്നും ഇടപെട്ടില്ല മോളെ. എനിക്ക് അറിയാൻ മേലാത്ത ഒരു വിഷയത്തിൽ ഞാൻ ഇടപെടാറില്ല. താങ്കൾ പറഞ്ഞു ഞാൻ എൻ്റെ ജീവിതചര്യ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ എന്നെ അടുത്തറിയുന്നവർക്കറിയാം. ഞാൻ 5 മണി ടിങ് അടിക്കുമ്പം എണീക്കും. ഇന്ന് 4:30 എണീച്ചു. ഞാൻ പള്ളിയിൽ പോകും. അതിനർത്ഥം ഞാൻ വിശുദ്ധനാന്നല്ല. എനിക്ക് എൻ്റെതായ എല്ലാ ഷഡാങ്കുകളും ഉള്ള ആളാണ്. പള്ളിയിൽ പോയി വീട്ടിൽ അതിലേക്ക് ഞങ്ങളുടെ പറമ്പിൽ കൂടെ നടക്കും. നിങ്ങൾ ഒരു ദിവസം ഞാൻ ഇന്ന് സമയമില്ല വരികയും ചെയ്യുന്നു. ഞങ്ങളുടെ വീട്ടിൽ അതിനുള്ള ചില സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എനിക്കൊരു പക്ഷിക്കൂടുണ്ട് വലിയ. ഞാൻ ആ പക്ഷികൾക്കൊക്കെ തീറ്റ കൊടുക്കും. അതെല്ലാം കഴിഞ്ഞ് ഞാൻ കൃത്യം 10 മണിയാകുമ്പോൾ ഇവിടെ വരും. പെങ്ങളേന്ന് വിളിക്കുമ്പോൾ ചേച്ചി വിളിച്ചിട്ട് ഹെൽപ്പ് ഒക്കെ ചോദിച്ചായിരുന്നോ? ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ലെന്നേ. ഞങ്ങൾ അസോസിയേഷന്റെ അല്ല എന്നോടൊന്നും ആവശ്യപ്പെട്ടില്ല. എന്നോട് ആവശ്യപ്പെട്ടാൽ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നത് ചെയ്തു കൊടുക്കും. നാളെയും ചെയ്തു കൊടുക്കും, ഇന്നും ചെയ്തു കൊടുക്കും. അതെന്നെ പക്ഷേ പെങ്ങളല്ലേ. പക്ഷെ ഒരുപാട് ഭയങ്കര വിഷമത്തിലാണ്. ഞാൻ അതിനെ പറ്റുവാന്ന് ഞാനിവിടെ ഇല്ലായിരുന്നു. ഐ വാസ് ഇൻ ലണ്ടൻ. എനിക്കത് അറിയത്തില്ല. പെങ്ങളെ എനിക്ക് അറിയാൻ മേലാത്തതുകൊണ്ട് സത്യമായിട്ടും പറഞ്ഞു അറിയാൻ മേലാത്ത കാര്യത്തെ കുറിച്ച് ഞാൻ എന്നെ പറയാനാ. അപ്പൊ ഷെയ്നുമായിട്ട് യാതൊരു തർക്കവും ഇല്ല സിനിമ? ഏടോ ഷെയ്നും ഞാനുമായിട്ട് മുടിഞ്ഞ കട്ട അടുപ്പത്തിലാണ്. നിങ്ങൾ എന്നീ പറയുന്നത്. ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പം ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറയാം. ഇന്ന് രാവിലെ ഒരു കാര്യം പറയാം. ഇന്ന് രാവിലെ എൻ്റെ അമ്മയും എൻ്റെ മോനും കല്യാണത്തിന് ആദ്യം പോയി. മോള് ഒരുങ്ങി വന്നപ്പോൾ അവള് ചിലരോട് വന്നപ്പോഴത്തേന് അവളങ്ങ് പോയി. അവരങ്ങ് പോയി. നീ അങ്ങ് വന്നേക്കാൻ പറ്റും, തൊട്ടടുത്തായതുകൊണ്ടാണ്. അവൾ ഉടനെ എന്നോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. ഞാൻ എന്തിനു അവനിപ്പോൾ അമ്മ മാത്രം മതി. അമ്മ വന്ന അവനിപ്പോൾ ലണ്ടനിൽ നിന്ന് വന്നതാ കല്യാണത്തിന് വേണ്ടി. ഉടനെ പറഞ്ഞ അമ്മ വന്നപ്പോൾ അവൾക്ക് അമ്മയ്ക്ക് എന്നെ വേണ്ട എന്നൊക്കെ പറഞ്ഞ് അവളുടെ ഡ്രാമ ക്യൂൻ താമസിച്ച് പറഞ്ഞല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടായത്. ഒരു 10 മിനിറ്റ് ഫോൺ ഉണ്ടായിരുന്നേക്കാണ്. അവൾ പറഞ്ഞു പപ്പ ഞാനാ തമാശ എന്ന് പറയുന്ന പോലെ ഞാനും ഷെയ്നുമായിട്ട് അന്നേരത്തെ ഒരു ആശയമായ എതിർപ്പുണ്ടായി. അവന്റെ തെറ്റ് ഞാൻ ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടായി. അത് തീർന്നു. പക്ഷെ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വളർന്നു വന്ന ഒരു ഹൈപ്പിൽ എത്തിയ സമയത്ത് ആ ഒരു പ്രശ്നത്തോടു കൂടി ഡൗൺ ആയി. ആര് പറഞ്ഞ ഞാൻ അവനോട് ഒരു അടുത്ത വർഷം ഒരു പടം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവന്റെ ഒരു പ്രണയ സിനിമ എനിക്ക് വേണമെന്ന് ആഗ്രഹമുണ്ട്. ലവ് ഹാർട്ട്സ് നല്ല ലവ് റൊമാൻസ് ഉള്ളൊരു സിനിമയ്ക്ക് അവന് അവനൊരു പ്രണയ സിനിമയ്ക്ക് പറ്റുന്ന ഒരാളാ. ചുള്ളൻ ഒരു പ്രണയവും ഇടിയൊക്കെ കലർന്നൊരു സിനിമ. ഇപ്പൊ എന്റെ സുഹൃത്ത് അവനെ വെച്ചു. RDX ഒക്കെ പൊളിയായിരുന്നില്ലേ? അത് ഇഷ്ടപ്പെട്ടോ? RDX ഞാൻ 2 പ്രാവശ്യം കണ്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാനിപ്പം പറഞ്ഞ എന്താണെന്നറിയോ, ഞാൻ ഇപ്പൊ സാന്ദ്ര ചേച്ചിയൊക്കെ ഇന്റർവ്യൂ എടുത്തപ്പോൾ പറഞ്ഞു അങ്ങനെ ലവ് ഹാർട്സ് എന്ന് പറഞ്ഞ സിനിമ എടുത്തല്ലോ. അപ്പൊ അതില് ബേസിക് ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കിഷ്കിന്ധകാണ്ഡം എന്ന് പറഞ്ഞ സിനിമ ഓടുമെന്ന് ആർക്കും പ്രതീക്ഷയില്ലായിരുന്നു. എനിക്ക് മാത്രം തോന്നിയൊരു തോന്നലാണ്. ആ പടം ഓടിയപ്പോൾ അതിനെ വാനോളം ഉയർത്തുന്നു. ക്ലിയർ. നാരായണീന്റെ 3 ആൺമക്കൾ എനിക്കത് ഓക്കെ. എൻ്റെ പ്രേക്ഷകർ, എന്നെ ഇഷ്ടമുള്ള ആളുകൾ അത് കുത്തിക്കീറില്ല, അത് കാണും, അത് അവരതിനെ പോസിറ്റീവായിട്ട് എടുക്കും എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ വിശ്വാസം. നാളെ ഇനി അവർക്കത് വർക്കായില്ല എന്ന് വിചാരിക്കുക. ഉടനെ എനിക്ക് പറയാൻ പറ്റുമോ കേരളത്തിലുള്ള ആൾക്കാരല്ല എനിക്ക് എൻ്റെ പടം കളിപ്പിച്ചില്ല മോശമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. മോളെ 150 രൂപ മുടക്കുന്നവൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ഞാനത് ആദ്യം പറഞ്ഞ ഒരാരുടെയും സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ ഇടിച്ചു കയറരുത്. നമ്മളെപ്പോഴും അയലോകത്തെ വീട്ടിലേക്ക് നോക്കാതെ അവനവൻ്റെ ആത്മാവിലേക്ക് നോക്കിയാൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ച് തുടങ്ങിയാൽ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ മറ്റൊരാളെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഈ ആറ്റിറ്റ്യൂഡൊക്കെ ഇറക്കേണ്ട സ്ഥലത്ത് ഇറങ്ങുക. ചില സ്ഥലത്ത് നമ്മൾ സംയമനം പാലിക്കുക. അത്രത്തോളം നല്ലത്. നമുക്ക് 20കളിൽ ഞാൻ ഒറ്റ സ്ട്രെച്ചിന് ബാംഗ്ലൂർക്ക് വണ്ടി ഓടിച്ചു വന്നിട്ടുണ്ട്. ഒറ്റ സ്ട്രെച്ചിന് ഞാൻ ലണ്ടനിൽ നിന്ന് ലൂർദ് എന്ന് പറഞ്ഞ പള്ളിയിലേക്ക് വണ്ടി ഓടിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ഇന്ന് എനിക്ക് എറണാകുളത്തിന് പോകുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഒരു മടുപ്പ് തോന്നും. കാലം നമ്മളെ മാറ്റുകയാണ്, സാഹചര്യങ്ങൾ നമ്മൾ മാറ്റുകയാണ്.
പക്ഷെ ആരും അങ്ങനെ പിന്നെ എന്നെ പല ഇപ്പം എന്നെ ഞാൻ പലരും എന്നെ കോലിട്ട് കുത്താറുണ്ട്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ സാബു, അവൻ്റെ നമ്പറുകളൊക്കെ അവൻ ഇങ്ങോട്ട് വരാൻ പോലും പറയും. ഞാൻ അവനെ വിളിച്ചു, ചേട്ടാ നമ്മൾ തമ്മിൽ എന്താണ് പ്രശ്നമുള്ളത് എന്ന് ചോദിച്ചു. ഒന്ന് അനുരഞ്ജന പാതയിൽ ഞാൻ വിളിച്ചു. അവൻ ഫോൺ എടുത്തില്ല. അവൻ ഫോൺ എടുത്താലല്ലേ അവനോട് പറയാം. അപ്പം അവനിൽ കുറ്റബോധമുള്ളത് കൊണ്ട് അവൻ ഫോൺ എടുക്കുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ അവനെ കാണാൻ പോകുന്നുണ്ട് ടെക്സാസിന്. അവിടെ കുഴപ്പമില്ലല്ലോ, അവിടെ ഇതുപോലെ കള്ളക്കേസ് കൊടുക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? അവിടെ കള്ളക്കേസ് കൊടുക്കാൻ പറ്റത്തില്ല. ഞാൻ അവിടെ ചെല്ലും ടെക്സസിൽ ചെന്നിട്ട് ഞാൻ അവൻ്റെ വീട്ടിലോട്ട് ചെന്ന് അവിടെ ഇരിക്കും. അല്ല ഞാൻ അവൻ്റെ ഭാര്യയുടെ നമ്പർ എനിക്ക് കിട്ടി, മകൻ്റെ നമ്പർ കിട്ടി, എല്ലാ എന്തെങ്കിലും ഉണ്ട്. ഞാൻ അവരുടെ വീട്ടിൽ ചെല്ലും. എൻ്റെ കസിൻ അപ്പുറത്താണ് താമസിക്കുന്നത്. ഞാൻ അവരുടെ വീട്ടിൽ ചെന്നിട്ട്, സുഹൃത്തെ എന്തിനാണ് ഈ അനാവശ്യമൊക്കെ പറയുന്നത്? നിനക്ക് എന്താണ് അതുകൊണ്ട് നേട്ടം? പ്രായമായില്ലേ, 10-70 ആയില്ലേ? ഇനിയുള്ള കൊച്ചു ജീവിതത്തിൽ പ്രാർത്ഥന അല്ലാതെ വഴക്കുണ്ടാക്കാൻ പോകുന്നതല്ല. നമ്മള് ദൈവത്തെ കാണാൻ നമ്മൾ പോയല്ലേ. ഞാനിപ്പോൾ വേളാങ്കണ്ണിക്ക് മാതാവിനെ കാണാൻ അങ്ങോട്ടാ പോയെ, അല്ലാതെ വേളാങ്കണ്ണി ഇങ്ങോട്ടല്ല വന്ന്. ശബരിമല ശാസ്താവിനെ കാണാൻ മല കയറി പോകണ്ടേ എന്ന് പറഞ്ഞ പോലെ ഞാൻ സാബു വട്ടപുരത്തിനെ കാണാൻ പോവുക അമേരിക്കക്ക്. അതെല്ലാം തെറ്റിദ്ധാരണയൊക്കെ മാറും. നമുക്ക് ഇനി സിനിമയിലേക്ക്. സിനിമ നാരായണീന്റെ 3 ആൺമക്കള് അതെന്തായാലും വിജയിക്കും, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. താങ്ക് യു. അത് ഇനിയില്ലേ നമ്മുടെ ഈ ആസിഫ് അലിയെ കുറിച്ച് 2 വാക്ക്. അയ്യോ, സ്വീറ്റ് പേഴ്സൺ. ഇന്നലെ ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. ഞാൻ പിന്നെ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. പുള്ളിക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് താൻ പറഞ്ഞ സാധനം ഇവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ പറയല്ല, വരുമ്പം കൊടുക്കുകയുള്ളൂ. ആ ഗിഫ്റ്റ് സസ്പെൻസ് പോയില്ലേ ഞാൻ പറഞ്ഞ. നമ്മുടെ പ്രേക്ഷകർ നമ്മുടെ പ്രേക്ഷകർ കേരളത്തിലുള്ള എല്ലാവരും എന്റെ പ്രേക്ഷകരല്ലേ. അത് ഞാൻ പറയല, അത് വേണ്ട, ആ വെള്ളം വാങ്ങി വെച്ചാൽ മതി. അപ്പോ അത്രയും നല്ല നാരായണീന്റെ 3 ആൺമക്കൾ എല്ലാ സിനിമയും വിജയിക്കുവാണ്. ആസിഫിക്കയുടെ അത് എൻ്റെ കൂടെ കൂടിയതിന് ശേഷം ഐശ്വര്യമാണ്. താങ്കൾക്ക് ഒരു സത്യം പറയട്ടെ, താങ്കൾ ഇപ്പം ഈ വേർതിരിക്കുന്നതുകൊണ്ട് താങ്കൾ ശ്രദ്ധിച്ചോ, തൃശ്ശൂലമാണ് എൻ്റെ നെഞ്ചത്ത് ഇവിടെ ഉള്ളത്. ഇടയ്ക്ക് സംസാരിക്കുന്നത് ഞാൻ അത് ദേവഗണത്തിൽ പെട്ടെന്ന് അത് 3 വര. അത് തൃശ്ശൂലം. എൻ്റെ കൂടെ കൂടിയാൽ ഐശ്വര്യ. എന്നെ ഇട്ട് പോകുന്നവനെല്ലാം പണ്ടാരടങ്ങി പൊലിഞ്ഞു പോവുകയുള്ളൂ. കാരണം എന്താ വെച്ചാൽ അത്ര പ്രശ്നമായാലും നീ തമാശ കുറച്ച് സംസാരിക്കുന്നത്. തൃശ്ശൂലം ദേവഗണത്തിൽപ്പെട്ട ആളാ ഞാൻ. കൂടെ നിന്ന ഭയങ്കര ഐശ്വര്യ. മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാകും സൗരഭ്യം എന്ന് ആരോ പാടിയിട്ടുണ്ട്. തീർന്നോ? നമുക്ക് നിർത്താം. 1-2 ചോദ്യം കൂടിയുള്ളൂ. പിന്നെ ഫഹദ് ഫാസിലിന്റെ കൂടെയാണ് ഇനി ചെയ്യാൻ പോകുന്നത്. നല്ല ഗംഭീര സിനിമയായിരിക്കും. രഞ്ജി പണിക്കറാണ് കഥ, തിരക്കഥ, സംവിധാനം, സംഭാഷണം. രഞ്ജിയേട്ടൻ്റെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു രഞ്ജിയേട്ടൻ്റെ ഒരു പടം ചെയ്യണം എന്നുള്ള കാര്യം. ഏതാണ് അതിന്റെ ജോണർ? അതൊരു ആക്ഷൻ ത്രില്ലർ ഫാമിലി. നിങ്ങൾ ഇത് ഓർത്തോളൂ, അതെ. നിങ്ങൾ എന്താണ് ലേലം എന്തായിരുന്നു അതായിരിക്കും. ലേലത്തിന്റെ ജോണർ ഏതാണോ അതായിരിക്കും ആ സിനിമ. ഞാൻ ലേലം എന്താണോ ലേലമാണെന്നല്ലോ പറഞ്ഞു. ലേലത്തിന്റെ ജോണർ എന്താണോ ആ രീതിയിലുള്ള സിനിമയായിരിക്കും. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ, അല്ലെങ്കിൽ പത്രം പോലത്തെ ഒരു ഡയലോഗുകൾ പ്രസന്റേഷനൊക്കെ ഉള്ള ഒരു നല്ല സിനിമയായിരിക്കും. എൻ്റെ ഒരു ആഗ്രഹം, നിങ്ങളാ പറഞ്ഞ 20% എന്ന് പറഞ്ഞ ഭീമമായ തുക ആ സിനിമ മുതൽ ഞങ്ങളുടെ 200 പേർക്ക് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. എൻ്റെ 50 വയസ്സായി കഴിഞ്ഞപ്പോൾ മുതൽ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഒരു അങ്ങനെ ഒരു പടം വരണം. അതായിരിക്കും ഈ പടം. അതിനു വേണ്ടി ദൈവം ക്രിയേറ്റ് ചെയ്തൊരു സിനിമയാണ്. പിന്നെ അതിനകത്ത് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ സിനിമയുടെ ഏറ്റവും ഭീകരന്മാരാണ്. മ്യൂസിക് ആയാലും ക്യാമറ ചലിപ്പിക്കുന്നതൊക്കെ. അതൊക്കെ സമയമായില്ല പറയാൻ. ഷൂട്ടൊക്കെ എപ്പോഴായിരിക്കും തുടങ്ങുക? ഷൂട്ട് നമ്മൾ ഒരു നവംബറിലൊക്കെ നമ്മൾ തുടങ്ങും. ഡിസംബറിൽ നമ്മൾ തുടങ്ങും. പ്രേക്ഷകർ ഇതുവരെ കാണാത്തൊരു ഫഹദ് ഫാസിൽ ചിത്രമായിരിക്കും രഞ്ജി പണിക്കർ. പ്രേക്ഷകർ കാണാത്തതെന്ന് പറയാൻ ഞാൻ ആളല്ല. പ്രേക്ഷകർക്ക് മതിമറന്ന് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു ഫഹദ് ഫാസിൽ സിനിമയായിരിക്കും. അല്ലെങ്കിൽ പഴമയെന്നോ പുതുമയെന്നോ അറിഞ്ഞ ആളുകൾക്ക് ഒരു തിയേറ്ററിക്കൽ സിനിമയായിരിക്കും ആ സിനിമ. ആ ആക്ടറിനെ കുറിച്ച് എന്താ പറയാ? ഫഹദ് ഫാസിലിനെ കുറിച്ച് കണ്ണുകൾ പോലും സംസാരിക്കുന്നവര്. എങ്ങനെ? കണ്ണുകൾ പോലെ എന്നോട് ഭയങ്കര സ്വീറ്റ് ആയതുകൊണ്ട് ഞാൻ സ്വീറ്റ് എന്നല്ലേ പറയത്തുള്ളൂ. എടോ ഞാൻ പറഞ്ഞു, എനിക്കൊരു ആവശ്യം. ഞാനൊരു ഫഹദിന്റെ ഒരു നന്മ പറയാം.
അത് പ്രൈസ് ചെയ്യുന്ന പോലെ ആവുന്നത്. പറ ഫഹദിന്റെ ഒരു ഫാനാ ഞാൻ. ആണോ? അങ്ങനെയൊക്കെ പറയാം. ഫഹദിനോട് നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും ഫഹദ് നമുക്ക് ചെയ്തു തരും. പക്ഷെ അയാൾക്ക് അയാളുടേതായ സമയമെടുക്കുമായിരിക്കും. പക്ഷെ അയാൾ ഒരിക്കലും നമ്മളെ തിരസ്കരിക്കില്ല. ഇപ്പോൾ ഒരു കുഞ്ഞു കാര്യം പറഞ്ഞാൽ, ഒരു കുഞ്ഞു കാര്യം മാത്രം, എൻ്റെ ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നോട് ആര് പൃഥ്വിരാജായാലും മമ്മൂക്കയായാലും ലാലേട്ടനായാലും ഞാൻ ഇൻട്രാക്ട് ചെയ്യുന്ന ആരും എന്നോട് ഒരു ഇതും ചെയ്തിട്ടില്ല. ചെയ്യാത്തിടത്തോളം കാലം അവരൊക്കെ എന്നും എനിക്ക് ഫേവറേറ്റാണ്. കുഞ്ഞു കാര്യം ആ കുഞ്ഞു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഈ സാധനത്തിൻ്റെ പേരിന് രോമാഞ്ചം അല്ലല്ലോ, ആവേശം അടിച്ച് ഹിറ്റായി നിന്നപ്പം ഈ എൻ്റെ മോൾക്കൊരാഗ്രഹം, ബിഫോർ ഹി ലീവ് ടു ലണ്ടൻ wanted to have some videos, selfies, reels, കണാകുണയൊക്കെ എടുക്കണം എന്നൊരാഗ്രഹം. അപ്പോൾ ഞാനിങ്ങനെ ഫഹദിനോട് പറഞ്ഞു, അതേ ഒന്ന് വരണം, എൻ്റെ മോൾ അങ്ങനെ ലൊക്കേഷനിലൊന്നും അങ്ങനെ പോകത്തില്ല, താല്പര്യമില്ല. അതിനെന്നെ ചേട്ടാ ഒന്ന് ഒരു പക്ഷേ ഞാൻ അങ്ങ് വരാമെന്ന് പറഞ്ഞു. അതാണ് പുള്ളിയുടെ നന്മയാണ്. ഞാൻ അങ്ങോട്ട് വന്നിട്ട് ഫോട്ടോ എടുക്കും. അതുള്ളൊരു നന്മയാണ്. ആ നന്മയെ നമ്മൾ പ്രഘോഷിക്കണ്ടേ? നന്മയുള്ള ഈസ് എ ഷൈനിങ് സ്റ്റാർ. അപ്പോൾ അങ്ങനെ അത് ആ ഡേറ്റ് ഓർമ്മ വെച്ച് പുള്ളി ആ കാര്യം ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയണം, എനിക്ക് മോശമായിട്ട്, അതായത് ഞാനൊരു തെറ്റ് ചെയ്തിട്ട് എന്നോടൊരു തെറ്റ് ചെയ്യുന്നതല്ല, ഞാൻ തെറ്റ് ചെയ്യാതെ എന്നോടൊരാളൊരു മോശം ചെയ്താൽ അതാണ് മോശമാകുന്നത്. ഇപ്പം ഞാൻ തന്നെ ഒരു ചീത്ത വിളിച്ചു, താൻ എന്നെ ഒരു ചീത്ത വിളിക്കുന്നത് അതൊരു പാപമോ തെറ്റോ അല്ല. അതൊരു എവരി ആക്ഷൻ ഹാവ് എ റിയാക്ഷൻ എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ തന്നെ പൊന്നുപോലെ കൊണ്ട് നടന്നിട്ട്, ഓമന പോലെ കൊണ്ട് നടന്നിട്ട് താൻ എൻ്റെ പുറകിൽ നിന്ന് കുത്തിയാൽ അതാണ് തെറ്റ്. അതിനാണ് ബാക്ക് ഫൈറ്റർ എന്ന് പറയുന്നത്. സോ ഐ എം നോട്ട് എ ബാക്ക് ഫൈറ്റർ ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു ബി എ ബാക്ക് ഫൈറ്റർ. ദ പീപ്പിൾ എന്നോട് ആരും ഇന്ന് വരെയും സിനിമയിൽ ആരും എന്നെ പുറകിൽ നിന്ന് കുത്തിയിട്ടില്ല. ആരും ചതിച്ചിട്ടോ വഞ്ചിച്ചിട്ടോ. എനിക്ക് ദൈവാനുഗ്രഹത്തിൻ്റെ കൊണ്ട് ഒരു കുഴപ്പമില്ല. ഒരുപാട് സിനിമകൾ ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സ് ചെയ്തു. പക്ഷേ മാജിക് ഫ്രെയിംസിന്റെ ലിസ്റ്റിൻ സ്റ്റീഫൻ ആവട്ടെ, ഗോകുലം ഗോപാലൻ സാറിന്റെ ശ്രീ ഗോകുലം മൂവീസ് ആവട്ടെ, അങ്ങനെ ഒരുപാട് ആശീർവാദിന്റെ ആവട്ടെ, അവർക്കൊക്കെ അംഗീകാരങ്ങൾ, അവാർഡുകളും ഒക്കെ കിട്ടാറുണ്ട്. ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സ് ഇത്രയും നല്ലൊരു ബാനറിൽ നല്ലൊരു മൂവീസ് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒന്ന് കിട്ടാഞ്ഞത്? അല്ല, അത് ഗുഡ്വില്ലിന്റെ ഒരു സ്വകാര്യ ദുഃഖമാണത്. പിന്നെ അവാർഡ് കൊടുക്കുന്നവർക്ക് ഗുഡ്വില്ലിനേക്കാളും വലിയ കമ്പനികളായ ആശീർവാദിനോടും ഗോകുലം ഗോപാലിനോടും ലിസ്റ്റിൻ സ്റ്റീഫനോടുമാണ് ഇഷ്ടമെങ്കിൽ എനിക്ക് എന്നാ ചെയ്യാൻ പറ്റും? അവാർഡ് ഞാൻ പിടിച്ചു മേടിക്കുന്നതല്ലല്ലോ, അവാർഡ് തരേണ്ടതല്ലേ, അല്ലേ? പിന്നെ ഒരു സംശയവും വേണ്ട കേട്ടോ, ഗോകുലം ഫിലിംസും ആശീർവാദ് ഫിലിംസും മാജിക് ഫ്രെയിംസൊക്കെ ഇവിടുത്തെ നമ്പർ 1 ഫിലിംസുകളാണ്. അപ്പോൾ ലിസ്റ്റിൻ സ്റ്റീഫനില്ലാത്ത ഇടപാടുകളൊന്നുമില്ല. ലിസ്റ്റിൻ സ്റ്റീഫന് 40-50 തിയേറ്ററായി, ലിസ്റ്റിൻ സ്റ്റീഫന് ഫുട്ബോൾ ക്ലബ്ബായി, ലിസ്റ്റിൻ സ്റ്റീഫന് എക്സ്പോർട്ടിംഗ് ആയി, ലിസ്റ്റിൻ സ്റ്റീഫന് ക്രിക്കറ്റ് ക്ലബ്ബായി, ലിസ്റ്റിൻ സ്റ്റീഫന് കോളേജായി, ലിസ്റ്റിൻ സ്റ്റീഫന് ബാറായി, ലിസ്റ്റിൻ സ്റ്റീഫന് പച്ചക്കറി ഹോൾസെയിലായി, ലിസ്റ്റിൻ സ്റ്റീഫന് മറ്റേ സ്റ്റുഡിയോയായി, ലിസ്റ്റിൻ സ്റ്റീഫന് അങ്ങനെ പല പല പരിപാടികളുണ്ട്. അപ്പം അവർ നമ്മളുമായിട്ട് നമുക്ക് ആകെപ്പാടെ ഉള്ളത് ഈ കുഞ്ഞു പരിപാടി മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ല, ഞാൻ സിനിമ ലിസ്റ്റിൻ സ്റ്റീഫൻ എന്നൊരാളിങ്ങനെ എല്ലാം ശരി തന്നെ, അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്ക് കൊണ്ട് അദ്ദേഹം വളരെ വലിയ നിലയിലെത്തി. ജോബി ചേട്ടനായാലും വലിയ ഹാർഡ് വർക്ക് ചെയ്തോണ്ടല്ലോ ഇത്രയും നമ്മൾ അതല്ലല്ലോ, നമ്മൾ അത് മാത്രമല്ല, നമ്മൾ ചെറിയ ചെറിയ പരിപാടിയില്ലേ, നമ്മുടെ വോളിയം ഓഫ് ബിസിനസ് ചെറുതാ, മനസ്സിലായോ? ഇപ്പൊ ലിസ്റ്റിൻ സ്റ്റീഫന് 100 കോടി സിനിമ ടക്കെന്ന് എടുക്കാൻ പറ്റും. ലിസ്റ്റിൻ സ്റ്റീഫന്റെ വോളിയം ഓഫ് ബിസിനസ് ഇസ് ബിഗ്, ഞങ്ങളുടെ വോളിയം ഓഫ് ബിസിനസ് ഇസ് സ്മോൾ. വി ഹാവ് എംപ്ലോയീസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നെറ്റ് പ്രോഫിറ്റ് കുറവാണ്. ഞങ്ങൾ ഇത്രയും ആൾക്കാരെ ഫീഡ് ചെയ്യണ്ടേ? ഞങ്ങൾക്ക് ചെറിയ ചെറിയ വരുമാനങ്ങളേ ഉള്ളൂ, അവർക്ക് വലിയ ഒരു ബാറിൽ നിന്ന് കിട്ടുന്ന വരുമാനം യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടുമോ? ഇല്ല. ഞങ്ങളുടെ ചെറിയ വരുമാനം കൊണ്ട് ഞങ്ങൾ സന്തോഷിച്ച് ഉള്ളത് കൊണ്ട് ജീവിക്കുന്നു, മനസ്സിലായോ? അപ്പം അവരൊക്കെ വലിയ ആളുകളാണ്.
ഇപ്പോൾ ഗോകുലം ഗോപാലൻ എന്ന് പറയുന്നത് ഗോപാലേട്ടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എൻ്റെ ഞാൻ ഇന്നലെ അവരുടെ ഒരു ഹോട്ടലിൽ പോയി, ഇവിടെ റിസോർട്ടിൽ കുമരകത്ത് ഒരു വലിയ റിസോർട്ട് വന്നിട്ടുണ്ട്. ഭീകര ഇൻഫ്രാസ്ട്രക്ചറാണ്. ആ റിസോർട്ടിൻ്റെ 4/1 മതി, 4/1 മതി നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ. അപ്പം നമ്മൾ അവരെ ആയിട്ടൊന്നും കമ്പയർ, നിങ്ങൾ ദയവായിട്ട് ആനയും ആടുമായിട്ട് കമ്പയർ ചെയ്യരുതേ. പക്ഷെ അതല്ല അവാർഡ് പക്ഷെ കിട്ടണ്ട. അല്ല, അവാർഡ് അവർ ചെയ്യുന്നതാണ് വലുതെങ്കിൽ, വലിയ കാര്യമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവാർഡ് കൊടുക്കുന്നത് വിഷമമുണ്ട് ഉള്ളില്. വിഷമം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, മലയാള മനോരമയ്ക്ക് ഏറ്റവും കൂടുതൽ പരസ്യം കൊടുക്കുന്ന ആൾ ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ്സ്, ഏറ്റവും കൂടുതൽ അപരാധം പറയുന്നത് മനോരമയില്ലേ. ഞാൻ മലയാള മനോരമയിൽ ഒരു ടെലിവിഷനിൽ ഒരു OTT ഒരു വലിയ ആഗ്രഹമാണ് മലയാള മനോരമയിൽ നമ്മുടെ MM വിഷനിനകത്ത് നമ്മളുടെ ഒരു സിനിമ കാണിക്കണമെന്ന്. സാറ്റലൈറ്റ് ഡിജിറ്റൽ ഞാൻ പല പ്രാവശ്യം അവരെ വിളിച്ചിട്ടുണ്ട്. അവർ നമ്മുടെ പടം മേടിക്കുകയില്ല, ഇപ്പം എന്നാ ചെയ്യാൻ പറ്റും? അതിൻ്റെ മെയിൻ ആളുകളൊക്കെ എനിക്ക് അറിവുള്ള ആൾക്കാരാണ്. അവർ മേടിക്കത്തില്ല. അവർ മേടിക്കാതെ എനിക്ക് ബലം മേടിക്കാൻ പറ്റുമോ? എനിക്ക് പറ്റാൻ പറ്റുമോ? എനിക്ക് അമിത്തിനെ അറിയാം, റിയാദിനെ അറിയാം, ഇവരൊക്കെ അറിയാം, പേഴ്സണലായിട്ട് അടുപ്പമുണ്ട്. പക്ഷെ പടം വാങ്ങുന്നില്ല. എൻ്റെ ഒരു പ്രോപ്പർട്ടി, എൻ്റെ ഒരു കോട്ടയത്തെ ഒരു വീട്, എൻ്റെ മുന്നാധാരം അതുകൊണ്ട് ഞാൻ എൻ്റെ പേരില്ല. അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവരെടുക്കിയാൽ പിന്നെ എന്ത് ചെയ്യും? എനിക്ക് എന്നെ ചെയ്യാൻ പറ്റും? എൻ്റെ വലിയ ആഗ്രഹമാണ്. അത് എനിക്കറിയത്തില്ല സാർ. എനിക്ക് വലിയ ആഗ്രഹമാണ് എൻ്റെ ഒരു സിനിമ മലയാള മനോരമയുടെ മനോരമ വിഷനിൽ, മഴവിൽ മനോരമയിൽ നമ്മുടെ ഒരു മലയാള സിനിമ കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സാറ്റലൈറ്റ് മേടിക്കണമെന്ന്. അവർ മേടിക്കില്ല, ഞാൻ എന്നെ ചെയ്യാൻ പറ്റും? എനിക്ക് എന്നെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ മലയാള മനോരമയുടെ ടെലിവിഷൻ അവാർഡിൽ എൻ്റെ ജൂറിക്ക് ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് പറയുന്ന കമ്പനി അവരുടെ കണ്ണിൽ പെടുന്നില്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജനങ്ങളുടെ അംഗീകാരം മതി. കേരളത്തിലെ ജനങ്ങൾ എപ്പോഴും ഗുഡ്വില്ലിന്റെ കൂടെ അല്ലേ? അതുകൊണ്ടല്ലേ രോമാഞ്ചം ഓടിയത്, അതുകൊണ്ടല്ലേ കിഷ്കിന്ധകാണ്ഡം ഓടിയത്, അതുകൊണ്ടല്ലേ നാരായണി ഓടാൻ പോകുന്നത്. അതെ, എല്ലാം അതുകൊണ്ടാണ് ഓടിയത്. അപ്പം അതുകൊണ്ട് ഞാൻ, പക്ഷേ എൻ്റെ മനസ്സ് പറയുന്നു, കണ്ണടച്ച് ഇരുട്ടാക്കിയവർക്കൊക്കെ കണ്ണ് തുറക്കേണ്ട സമയം വരാറായിരിക്കുന്നു. അവർ കണ്ണ് തുറക്കുക തന്നെ ചെയ്യും. കണ്ണ് തുറക്കട്ടെ. ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ എന്താ പറയുക, ഒരു കെട്ടിടം എന്ന് പറയുന്നത്, ഒരു ഫേം എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. തിയേറ്റർ ആയാലും ഭയങ്കര ഫെസിലിറ്റീസ് ആണ്. എന്തൊക്കെയാണ് ഫെസിലിറ്റി? എനിക്ക് ശേഷവും ഇത് നടന്നു പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്, സ്വപ്നം കാണുന്നത്. എൻ്റെ സ്വപ്നങ്ങളാണ് ഈ ചെയ്തു വച്ചിരിക്കുന്നതെല്ലാം, അല്ലാതെ ആരും പറഞ്ഞിട്ടില്ല. എൻ്റെ ചിന്തകൾ, എനിക്ക് സിനിമയോടുള്ള ഇഷ്ടം. അപ്പോൾ ഇതൊക്കെ നാളെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കുമ്പോൾ അവർക്കിത് ആഡ് ഓൺ ചെയ്യപ്പെടാൻ വേണ്ടിയാണ് ഇത്രയും വലിയ സ്ഥലങ്ങൾ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ എഡിറ്റിംഗ്, ഡബ്ബിങ്, ആനിമേഷൻ, പ്രിവ്യൂ തിയേറ്റർ, അണ്ടർ വാട്ടർ പൂള്, ഗ്രീൻ മാറ്റ് ഫ്ലോറ്, അത് വീഡിയോയും ഫോട്ടോഷൂട്ടിനുള്ളത്, ഇങ്ങനെയുള്ള എല്ലാ ഇടപാടുകളും ഇവിടെ ഉണ്ട്. ഇതെല്ലാം നമ്മളുടെ ഇൻഹൗസ് ആയിരിക്കണം. പിന്നെ 60 പേർക്കോളം താമസിക്കാനുള്ള അക്കോമഡേഷൻ ഇവിടെയുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സിനിമയെ നമ്മൾ വലിയൊരു കലാരൂപമായും സിനിമയെ നമ്മൾ ഒരു ബിസിനസ്സായും കരുതുന്നത് കൊണ്ടും സിനിമയോടുള്ള സ്നേഹവും പാഷനും കൊണ്ടാണ്. അപ്പോൾ അത് അടുത്ത തലമുറയും അത് കൊണ്ട് നടക്കണമെന്നാണ് ആഗ്രഹം. അതിന് സർവശക്തനായ ദൈവവും പ്രേക്ഷകരെപ്പോഴും കുബുദ്ധികളും നമ്മളോടൊപ്പം ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. സിനിമ തിയേറ്ററിൽ പോയി കാണാൻ പറ്റാത്തവർക്ക് വലിയൊരു അനുഗ്രഹമാണ് OTT. പക്ഷെ ഇനി മുതൽ ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ സിനിമകൾ അല്ലാതെ മറ്റ് സിനിമകളൊന്നും OTTയിൽ കാണാൻ പറ്റില്ല എന്ന് കേട്ടിരുന്നു. അത് ശരിയാണ്? അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാ സിനിമകളും ആഫ്റ്റർ റിലീസേ അവർ മേടിക്കത്തുള്ളൂ. ആഫ്റ്റർ റിലീസ് എന്ന് ഉദ്ദേശിക്കുന്നത് വിജയിച്ച പടങ്ങളെ മേടിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് OTTയിൽ വരില്ല എന്ന് പറയുന്നതിൻ്റെ കാര്യം. സമയമെടുക്കും വരാൻ, ഒരുപാട് നാളെടുക്കും, സാധ്യതകളുണ്ട്. കാവലൊക്കെ നെറ്റ്ഫ്ലിക്സ് 21 അന്തകാലത്ത്, പക്ഷെ അതൊന്നും ഇനി അങ്ങനെ എടുക്കില്ല. ഇനിയൊന്നും എടുക്കത്തില്ല. കാവല് കരിയറിൽ ഏറ്റവും ഹിറ്റ് അടിച്ചൊരു മൂവി ആയിരുന്നില്ലേ? ഏറ്റവും വലിയ ഹിറ്റായിരുന്നു. ഏറ്റവും കൂടുതൽ പൈസ നേടിത്തന്നത്. അത് പൈസ എല്ലാ പടങ്ങളും നമുക്ക് മേടിച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങനെയൊന്നും പൈസ ഇതുവരെയും പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ദൈവാനുഗ്രഹമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നമ്മളെ ഓർക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ. നിങ്ങൾക്ക്, നിങ്ങളുടെ ചാനലിനും നിങ്ങളുടെ ജോലിക്കാരും എല്ലാവർക്കും സന്തോഷം വരട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും. താങ്ക് യു.